നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തൊട്ടുപിന്നാലെ ഹാട്രിക് വിജയം ഉറപ്പിച്ച് കോതമംഗലം നിയമസഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എംഎൽഎ ആന്റണി ജോണിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് സിപിഎം. ഞായറാഴ്ച വൈകിട്ട് ആന്റണി ജോണിന്റെ പോസ്റ്ററുകൾ മതിലുകളിൽ പതിപ്പിച്ചു തുടങ്ങി. ഞായറാഴ്ച വൈകിട്ട് നെല്ലിക്കുഴി പഞ്ചായത്തിലെ പൂവത്ത് റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് ആന്റണി ജോണിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തിയത്. 2016-ലും 2021-ലും കോതമംഗലം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ ആന്റണി ജോൺ സ്ഥാനാർത്ഥിയാകുമെന്നതിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് സജീവമായ ആന്റണി ജോൺ SFI എറണാകുളം ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI കോതമംഗലം ബ്ലോക്ക് സെക്രട്ടറി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. കോളേജ് പഠനകാലത്ത് കോതമംഗലം MA കോളേജ് ചെയർമാനായിരുന്നു. നിലവിൽ CPM കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗമാണ്. വ്യക്തിപരമായിട്ട് ആന്റണി ജോണിൻ്റെ പെരുമാറ്റവും വിനയവും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സമീപനങ്ങളും ഒരു വിഷയം എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ വൈദ്യുതിയുടെ വേഗത്തിലാണ് പ്രിയപ്പെട്ട ആന്റണി ജോൺ അവിടെ പാഞ്ഞെടുക്കുന്നത്. ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തനവുമാണ് നല്ല രീതിയിൽ നമ്മുടെ ഈ കോതമംഗലം അസംബ്ലി മണ്ഡലത്തിൽ പ്രിയപ്പെട്ട ആന്റണി ജോൺ കാഴ്ചവെച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ് നേട്ടങ്ങളും ആന്റണി ജോണിൻ്റെ 10 വർഷക്കാലം ചെയ്തിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രിയപ്പെട്ട ആന്റണി ജോണിനെ ജയിപ്പിക്കാൻ ഇതിനകം തന്നെ ജനങ്ങൾ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു, തീരുമാനമെടുത്തു കഴിഞ്ഞു. സംഘടനാപരമായിട്ടുള്ള മുന്നൊരുക്കം നമ്മുടെ 191 ബൂത്തുകളിലും 15 ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലാണ് ഞങ്ങളെ സംബന്ധിച്ച്. അവിടെയെല്ലാം ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന TU കുരുവിളയെ 19,282 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തിയത്. 2021-ലെ തെരഞ്ഞെടുപ്പിലാകട്ടെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷിബു തെക്കുംപുറത്തിനെതിരെ 6,605 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് നിയമസഭയിലെത്തിയത്. കോതമംഗലത്തെ ജനങ്ങളുടെ പിന്തുണയും സ്നേഹവും ഇക്കുറിയും തനിക്കൊപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഹാട്രിക് വിജയം തേടി ആന്റണി ജോൺ മത്സരരംഗത്ത് സജീവമാകുന്നത്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.